സ്വാഗതം. ഉം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങൾ നൽകിയ ഒരു പഴയ ബുദ്ധമത ഗ്രന്ഥഭാഗമാണ്. അതെ. ഇത് ധ്യാനത്തെക്കുറിച്ചുള്ള ഒരു സാധാരണ വിവരണമല്ല, മറിച്ച് ബുദ്ധന്റെ പ്രധാന ശിഷ്യനായ സാരിപുത്തൻ പഠിപ്പിച്ച വളരെ സവിശേഷവും ഒരുപക്ഷെ അല്പം ടെക്നിക്കലുമായ ഒരു ശ്വാസനിരീക്ഷണ രീതിയെക്കുറിച്ചാണ്. അതെ, ഈ രീതിയുടെ ഏറ്റവും വലിയൊരു ഭംഗി എന്താന്ന് വെച്ചാൽ വളരെ സിമ്പിളായ ഒരു ഉപമ വെച്ചാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത്. ആ മരം മുറിക്കുന്ന മനുഷ്യന്റെ അല്ലേ? അതെ, ആ ഒരൊറ്റ ചിത്രം ഉപയോഗിച്ച് മനസ്സിന്റെ മാലിന്യങ്ങൾ ഇല്ലാതാക്കി വിമോചനത്തിലേക്ക് എങ്ങനെ എത്താം എന്നതിന്റെ ആഴത്തിലുള്ള ഒരു ഫിലോസഫി മുഴുവൻ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സാധാരണയായി ശ്വാസം ശ്രദ്ധിക്കുക എന്ന് കേൾക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിക്കുന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത്. എന്നാൽ ഇവിടെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ് പറയുന്നത്. വെറുതെ മൂക്കിന്റെ തുമ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ബോധത്തെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തമായ ഉപകരണമായി മാറുന്നത്. നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ നമുക്ക് ആ അടിസ്ഥാന ഉപമയിൽ നിന്ന് തന്നെ തുടങ്ങാം. സാരിപുത്തൻ ഉപയോഗിക്കുന്ന ചിത്രം അത് വളരെ ലളിതമാണ്. നിലത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു മരം, ഒരു മനുഷ്യൻ വാളുകൊണ്ട് അത് മുറിക്കുന്നു. ഇത്രയേ ഉള്ളൂ. കാഴ്ചയിൽ വളരെ ലളിതമാണ്, പക്ഷേ ഈ ഉപമയിലെ ഓരോ ഭാഗവും അത് ധ്യാനത്തിന്റെ ഓരോ ഘടകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ മരം പാലി ഭാഷയിൽ ഋഖ, അത് നിങ്ങളുടെ ശരീരമാണ്. പിന്നെ ആ വാള് അഥവാ കകച്ച, അത് നിങ്ങളുടെ അകത്തേക്കും പുറത്തേക്കുമുള്ള ശ്വാസമാണ്. അപ്പോൾ ആ മരം മുറിക്കുന്നയാളോ? അത് ധ്യാനിക്കുന്ന നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ. അതെ, എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതൊന്നുമല്ല അല്ലേ? ആ വാളിന്റെ പല്ലുകൾ മരത്തിൽ തട്ടുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ. അതെ, അതാണ് ഇതിലെ രഹസ്യം. ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ആ ഒരു പോയിന്റ്, അതിനെയാണ് ഗ്രന്ഥത്തിൽ മൂക്കിന്റെ തുമ്പ് അഥവാ നാസികക്ക അല്ലെങ്കിൽ മേൽചുണ്ടിന് മുകളിലുള്ള ഭാഗം, അതായത് മുഖനിമിത്ത എന്ന് പറയുന്നത്. ശ്വാസം ശരീരവുമായി സമ്പർക്കത്തിൽ വരുന്ന ആദ്യത്തെ പോയിന്റ്. നിൽക്കൂ, അപ്പോൾ ഇവിടെയാണ് ഈ രീതിയുടെ നിർണായകമായ വ്യത്യാസം വരുന്നത്. ആ മരംവെട്ടുകാരൻ വാളിന്റെ പല്ലുകൾ മരത്തിൽ സ്പർശിക്കുന്ന ആ ഒരൊറ്റ പോയിന്റിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതെ, അയാൾ വാള് മുന്നോട്ടോ പിന്നോട്ടോ ചലിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. മുറിച്ചു കഴിഞ്ഞ ഭാഗത്തെയോ ഇനി മുറിക്കാനുള്ള ഭാഗത്തെയോ ഒന്നിനെയും ശ്രദ്ധിക്കുന്നില്ല. ഇത് ശരിക്കും ഞാൻ ധ്യാനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കൃത്യമായി നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് പോയിന്റ്. ഇത്രയും കാലം പലരും ധ്യാനത്തെ മനസ്സിലാക്കിയിരുന്നത് ശ്വാസത്തെ പിന്തുടരുക എന്ന രീതിയിലാണ്. അതെ, ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധ ഉള്ളിലേക്കും പുറത്തേക്ക് വരുമ്പോൾ പുറത്തേക്കും. പക്ഷേ ഈ രീതി പറയുന്നത് അതല്ല. ധ്യാനിക്കുന്നയാൾ ശ്വാസം ശരീരത്തിനകത്തേക്ക് പോകുന്നതോ പുറത്തേക്ക് വരുന്നതോ പിന്തുടരുന്നേയില്ല. ഇല്ല, മൂക്കിന്റെ തുമ്പിൽ ശ്വാസം സ്പർശിക്കുന്ന ആ ഒരൊറ്റ നിമിഷത്തിൽ ആ ഒരൊറ്റ പോയിന്റിൽ മാത്രം ശ്രദ്ധ നിശ്ചലമായി കേന്ദ്രീകരിക്കുന്നു. പക്ഷെ ഒരു സംശയം, സാധാരണ മെഡിറ്റേഷൻ ആപ്പുകളിലും മറ്റും ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും വയറുയരുന്നതും താഴുന്നതും പൂർണ്ണമായി ശ്രദ്ധിക്കാനാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ രീതി അനുസരിച്ച് അതൊക്കെ തെറ്റാണെന്നാണോ, അതോ ഇത് മറ്റൊരു തരം ധ്യാനമാണോ? അതൊരു നല്ല ചോദ്യമാണ്. അവ തെറ്റാണെന്ന് പറയുന്നില്ല. അവ എന്നുവെച്ചാൽ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുള്ള മറ്റു രീതികളാണ്. ശരീരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ആ രീതികൾ നല്ലതാണ്. എന്നാൽ സാരിപുത്തൻ ഇവിടെ വിശദീകരിക്കുന്നത് അതിലും ആഴത്തിലുള്ളൊരു ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ്. വിമോചനം. അതെ, വിമോചനം. അതിന് ഈ നിശ്ചലമായ ശ്രദ്ധ അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കഴിഞ്ഞുപോയ ശ്വാസത്തെക്കുറിച്ചുള്ള ഓർമ്മയിലോ വരാനിരിക്കുന്ന ശ്വാസത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിലോ അല്ല, ഈ നിമിഷത്തെ സ്പർശനത്തിൽ മാത്രം ശ്രദ്ധ ഉറപ്പിച്ചു നിർത്തുക. ശരി, അപ്പോ ഈ ഒരു കാര്യം, അതായത് ശ്രദ്ധയെ ഒരൊറ്റ ബിന്ദുവിൽ നിശ്ചലമായി വെക്കുന്നത് പരിശീലിക്കുമ്പോൾ 3 കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അതെ, പാലി ഭാഷയിൽ പധാന, പയോഗ, വിശേഷ. ഇവ ഓരോന്നും ഓരോ സ്റ്റെപ്പായിട്ടാണോ വരുന്നത്? സ്റ്റെപ്പുകൾ എന്നതിനേക്കാൾ ഒന്നിനു പുറകെ ഒന്നായി സ്വാഭാവികമായി വികസിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നതാകും ശരി. നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. അല്ല, ഈ പരിശീലനത്തിന്റെ ഫലമായി തനിയെ സംഭവിക്കുന്നതാണ്. നമുക്ക് ആദ്യത്തേത് നോക്കാം. പ്രധാന അഥവാ ശരിയായ പ്രയത്നം. ഒരു മിനിറ്റ്, പ്രയത്നം സ്വയം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അനുഭവപ്പെടുക? ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നില്ല എന്നാണോ? കാരണം സാധാരണയായി ശ്രദ്ധ പിടിച്ചു നിർത്താനാണല്ലോ ഏറ്റവും വലിയ പ്രയത്നം വേണ്ടിവരുന്നത്. വളരെ ശരിയാണ്. തുടക്കത്തിൽ ശ്രദ്ധയെ അവിടെ നിർത്താൻ ഒരു പ്രയത്നം വേണം. എന്നാൽ പധാന എന്ന അവസ്ഥയിലെത്തുന്നത് നിങ്ങൾ സ്ഥിരമായി പരിശീലിക്കുമ്പോഴാണ്.
ഓക്കെ. അപ്പോൾ പ്രയത്നം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ട ഒന്നല്ലാതായി മാറും. അത് സ്വയം നിലനിൽക്കുന്ന ഒന്നായി മാറും. നിങ്ങളുടെ ശരീരവും മനസ്സും കൂടുതൽ വഴക്കമുള്ളതും ഒരു എളുപ്പത്തിൽ നിയന്ത്രിക്കാവുന്നതും അല്ലെങ്കിൽ വർക്കബിൾ ആയി തീരും. ധ്യാനം ഒരു ജോലി അല്ലാതായി മാറുന്നു. അതെ, ഒരു ഭാരമല്ലാതായി മാറുന്നൊരവസ്ഥ. നിങ്ങളൊരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ ആദ്യം ബാലൻസ് ചെയ്യാൻ ഒരുപാട് പ്രയത്നിക്കും, അല്ലേ? ശരിയാണ്. എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ പ്രയത്നത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. അതുപോലെ ഒരവസ്ഥ. കൊള്ളാം. ആ ഉദാഹരണം വ്യക്തമാണ്. അപ്പോൾ പ്രയത്നം ഒരു ഭാരമല്ലാതാകുന്നു. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത മാറ്റം എന്തായിരിക്കും? നമ്മുടെ ചിന്തകളെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? അതാണോ ഈ പറയുന്ന പയോഗ്? അതെ, പധാനയുടെ സ്വാഭാവിക ഫലമാണ് പയോഗ്, അതായത് ശരിയായ പ്രയോഗം. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിലെ സൂക്ഷ്മമായ മാലിന്യങ്ങൾ, ഗ്രന്ഥത്തിൽ പറയുന്ന ഉപക്കിലേശങ്ങൾ, അതെ, ആ ഉപക്കിലേശങ്ങൾ ഇല്ലാതാകാൻ തുടങ്ങുന്നു. അലഞ്ഞു തിരിയുന്ന ചിന്തകൾ സ്വയം ശാന്തമാകുന്നു. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചിന്തകളെ അടക്കി നിർത്താൻ ശ്രമിക്കുകയല്ല, അവയോട് യുദ്ധം ചെയ്യുകയല്ല. അല്ല, അവയ്ക്ക് നിലനിൽക്കാൻ ഒരു ഇടം കിട്ടാതെ വരുമ്പോൾ അവ തനിയെ മാഞ്ഞു പോകുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ അവസാനത്തേതായ വിശേഷായിരിക്കുമല്ലോ ഇതിന്റെ എല്ലാം പാരമ്യം. എന്താണ് ആ വിമോചനപരമായ വ്യത്യാസം? ആ വാക്കിന്റെ അർത്ഥം തന്നെ പ്രത്യേകമായതെന്നല്ലേ? അതെ, ഇതാണ് ഏറ്റവും ഉയർന്ന തലം. ഇത് വെറും ശാന്തതയല്ല, വിമോചനമാണ്. ഇവിടെയാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ചങ്ങലകൾ, അതായത് സംയോജനങ്ങൾ ഇല്ലാതാകുന്നത്. ചങ്ങലകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരാളോടുള്ള അടങ്ങാത്ത ദേഷ്യം ഒരു ചങ്ങലയാണോ? അല്ലെങ്കിൽ എനിക്ക് ഇന്നത് സ്വന്തമാക്കണം എന്ന തീവ്രമായ ആഗ്രഹം അതും ഒരു ചങ്ങലയാണോ? തീർച്ചയായും അതെല്ലാം സംയോജനങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ വിശേഷ എന്ന അവസ്ഥ അതിലും ആഴത്തിലേക്ക് പോകുന്നു. അത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദുശീലങ്ങളെ അല്ലെങ്കിൽ പ്രവണതകളെ, അനുശയങ്ങൾ, അതെ, അനുശയങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്നു. ഒരു സംശയം, ഈ സംയോജനങ്ങളും അനുശയങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? സംയോജനങ്ങൾ ചങ്ങല പോലെയാണെങ്കിൽ അനുശയങ്ങൾ നിങ്ങളുടെ ഷർട്ടിൽ പറ്റിപ്പിടിച്ചൊരു കറ പോലെയാണ്. ഓ, ചങ്ങലയെ നിങ്ങൾക്ക് കാണാനും മുറിച്ചു മാറ്റാനും ശ്രമിക്കാം, പക്ഷെ കറ അത് നിങ്ങൾ അറിയാതെ തന്നെ അവിടെ ഉണ്ടാകും. നിങ്ങളുടെ സ്വഭാവത്തെയും പ്രതികരണങ്ങളെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അതായത് ദേഷ്യം ഒരു ചങ്ങലയാണ്. അതെ, എന്നാൽ ഒരു പ്രകോപനവുമില്ലാതെ തന്നെ ദേഷ്യപ്പെടാനുള്ള ഒരു ആന്തരിക പ്രവണതയുണ്ടല്ലോ, അതാണ് അനുശയം. ഈ ധ്യാനരീതി ആ കറയെ കൂടിയാണ് ഇല്ലാതാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു. വെറുതെ മൂക്കിന്റെ തുമ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതെങ്ങനെയാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? വർഷങ്ങളായി എന്റെ കൂടെയുള്ള ദേഷ്യവും വിഷാദവും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഈ ചങ്ങലകളെയും കറകളെയും വരെ ഇല്ലാതാക്കാൻ മാത്രം ശക്തമാണോ ഈ ലളിതമായ ടെക്നിക്? ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഇതിന്റെ താക്കോല് നമ്മൾ നേരത്തെ പറഞ്ഞ നിശ്ചലമായ ശ്രദ്ധ അഥവാ ഇമ്മൊബൈൽ അറ്റൻഷൻ എന്നതാണ്. ഓക്കേ. സാധാരണ ധ്യാനത്തിൽ പലരും ശ്വാസത്തിന്റെ ചലനത്തിനൊപ്പം ശ്രദ്ധയെയും ചലിപ്പിക്കുന്നു. ശ്രദ്ധ ചലിക്കുമ്പോൾ ചിന്തകൾക്ക് കടന്നു വരാൻ എളുപ്പത്തിൽ അവസരം ലഭിക്കും. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ ചാടിക്കയറാൻ എളുപ്പമുള്ളതുപോലെ അല്ലേ? എക്സാക്ട്ലി, ആ ഒരു ഉപമ അത് കറക്റ്റാണ്. നിങ്ങൾ പറയുന്നത് ഈ രീതി ആ ബസ് ശരിക്കും പറഞ്ഞാൽ നിർത്തിയിടുന്നു എന്നാണ്. അതെ, നിർത്തിയിടുന്നു. ഈ രീതിയിൽ ശ്രദ്ധ ഒരേ ബിന്ദുവിൽ, ആ മരവും വാളും ചേരുന്ന പോയിന്റിൽ നിശ്ചലമായിരിക്കുമ്പോൾ ചിന്തകൾക്ക് നിലനിൽക്കാൻ ഇടമില്ലാതാകുന്നു. അവയ്ക്ക് പറ്റിപ്പിടിക്കാൻ ഒരു ചലനവുമില്ല. ഇല്ല. നിർത്തിയിട്ട ബസ്സിൽ ആർക്കും ചാടിക്കയറാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനെ ശ്വാസം നിരീക്ഷിക്കൽ എന്നതിനേക്കാൾ സ്പർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള ശ്രദ്ധ അഥവാ ഫസ്സസത്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓ, നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ശ്വാസത്തിന്റെ ചലനത്തെയല്ല, അതിന്റെ സ്പർശനത്തെ മാത്രമാണ്. ഓക്കെ, അത് വ്യക്തമായി. പക്ഷേ എന്റെ സംശയം അതല്ല. ഈ രീതി അലഞ്ഞു തിരിയുന്ന ചിന്തകളെ നിർത്തുന്നു എന്നെനിക്ക് മനസ്സിലായി. എന്നാൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആഴത്തിലുള്ള പ്രവണതകളെ, നിങ്ങൾ പറഞ്ഞ ആ അനുശയങ്ങളെ, അതിനെ ഇതെങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്? അനുശയങ്ങൾ, അതായത് രാഗം, വിദ്വേഷം, അജ്ഞത പോലുള്ള ആഴത്തിൽ വേരൂന്നിയ പ്രവണതകൾ, അവ നമ്മുടെ മനസ്സിന്റെ തുടർച്ചയായ ചലനങ്ങളുടെയും കഥകളുടെയും അടിയിലാണ് ഒളിച്ചിരിക്കുന്നത്. കഥകളുടെ അടിയിൽ? അതെ. മനസ്സൊരു കഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടുമ്പോഴും ഭൂതകാലത്തെ ഓർക്കുമ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുമാണ് അവയ്ക്ക് വളരാനുള്ള ഊർജം കിട്ടുന്നത്. എന്നാൽ
ഈ രീതിയിൽ മനസ്സിന്റെ ചലനം പൂർണ്ണമായി നിലയ്ക്കുമ്പോൾ ഈ പ്രവണതകൾക്ക് ഒളിക്കാനൊരിടമില്ലാതാകുന്നു. അപ്പോൾ നമ്മൾ അവയെ അടിച്ചമർത്തുകയോ അവയോട് പോരാടുകയോ അല്ല ചെയ്യുന്നത്. അല്ല. അതിലും സൂക്ഷ്മമായൊരു പ്രക്രിയയാണ് നടക്കുന്നത്. അവയ്ക്ക് വളരാൻ ആവശ്യമായ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഇന്ധനം നമ്മൾ നൽകാതിരിക്കുകയാണ്. ഇന്ധനം കൊടുക്കുന്നില്ല. അതെ. പുതിയ ചിന്തകളോ ഓർമ്മകളോ ഭാവനകളോ ഇല്ലാത്ത ഒരു നിശ്ചലമായ അവസ്ഥയിൽ ഈ അനുശയങ്ങൾ പട്ടിണി കിടന്ന് ഇല്ലാതാകുന്നു. അവയെ നമ്മൾ വേട്ടയാടി കൊല്ലുകയല്ല, മറിച്ച് അവയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയാണ്. വളരാനുള്ള മണ്ണില്ലാതാകുമ്പോൾ അവ ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇത് വെറുമൊരു ധ്യാന രീതിയോ ഒരു മാനസികാരോഗ്യത്തിനുള്ള വ്യായാമമോ അല്ല, മറിച്ച് നമ്മുടെ ബോധം അഥവാ വിജ്ഞാനം പ്രവർത്തിക്കുന്ന രീതിയെ തന്നെ അടിസ്ഥാനപരമായി മാറ്റുന്ന ഒന്നാണ് എന്നാണോ? തീർച്ചയായും. അതുകൊണ്ടാണ് ഇതിനെ ബോധത്തെ നിയന്ത്രിക്കാനുള്ള ഒരു രീതി അഥവാ വിജ്ഞാന കൺട്രോൾ മെത്തേഡ് എന്ന് വിളിക്കാൻ കഴിയുന്നത്. വിജ്ഞാന കൺട്രോൾ മെത്തേഡ്. അതെ. സാധാരണഗതിയിൽ നമ്മുടെ ബോധം ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന കുരങ്ങനെ പോലെയാണ്. ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിരന്തരം ചാടിക്കൊണ്ടിരിക്കും. കാഴ്ച, കേൾവി, ഓർമ്മ, ചിന്ത. ഓരോ നിമിഷവും, ഓരോ ചാട്ടത്തിലും അത് നിങ്ങൾക്കായി ഒരു ലോകത്തെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നു, അതൊരു ലോകമാണ്. അടുത്ത നിമിഷം ഇന്നലെ നടന്ന ഒരു കാര്യം ഓർക്കുന്നു, അത് മറ്റൊരു ലോകമാണ്. അതിനടുത്ത നിമിഷം നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നു, അതൊരു മൂന്നാമത്തെ ലോകമാണ്. അതെ, ഓരോന്നും ഓരോ ലോക നിർമ്മിതിയാണ്. ഈ വീതി ആ ചാട്ടം നിർത്തുന്നു, ആ കുരങ്ങിനെ ഒരൊറ്റ മരത്തിൽ പിടിച്ചിരുത്തുന്നു. അതെ. നിങ്ങൾ കഴിഞ്ഞ ശ്വാസത്തെക്കുറിച്ച് ഓർക്കുമ്പോഴോ അടുത്തതിനെക്കുറിച്ച് പ്രതീക്ഷിക്കുമ്പോഴോ നാമരൂപം അഥവാ നെയിം ആൻഡ് ഫോം എന്ന യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുകയാണ്. നമ്മൾ പേരും രൂപവും കൊടുക്കുകയാണ്. അതെ. നിങ്ങൾ ഒരു ശ്വാസത്തിന് കഴിഞ്ഞുപോയത് എന്ന പേരും രൂപവും നൽകുന്നു, മറ്റൊന്നിന് വരാനിരിക്കുന്നതെന്നും. എന്നാൽ ശ്രദ്ധ ഒരൊറ്റ സ്പർശനത്തിൽ ഒതുങ്ങുമ്പോൾ ഈ നിർമ്മാണ പ്രക്രിയ നിലയ്ക്കുന്നു. അപ്പോൾ ബോധത്തിന് പുതിയ ലോകങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ, അതായത് ഓർമ്മകളും പ്രതീക്ഷകളും കിട്ടാതെ വരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്നത് ശ്വാസം നന്നായി അറിയാനല്ല, മറിച്ച് നമ്മുടെ മനസ്സ് ഓരോ നിമിഷവും ഓരോ ലോകങ്ങൾ ഉണ്ടാക്കുന്ന ആ ശീലം നിർത്താനാണ്. അതെ. ഓർമ്മകളുടെ ലോകം, ഭാവനയുടെ ലോകം, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് നമ്മൾ അസംസ്കൃത വസ്തുക്കൾ കൊടുക്കാതിരിക്കുകയാണിത്. ശരിക്കും ധ്യാനത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുന്നു. കൃത്യമായി. ആ ഫാക്ടറി ഒരു നിമിഷം നിർത്തുമ്പോൾ കിട്ടുന്ന ആ ഇടവേളയിലാണ് യഥാർത്ഥ വിമോചനം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയുടെ കാതൽ ശ്വാസം നിരീക്ഷിക്കുക എന്നതിനപ്പുറം ലോകം നിർമ്മിക്കുന്നതിൽ നിന്ന് ബോധത്തെ തടഞ്ഞുവെക്കുക എന്നത്. ശ്വാസം അതിനൊരു ഉപകരണം മാത്രം. ആ ഒരൊറ്റ പോയിന്റിൽ ശ്രദ്ധയെ തളച്ചിടുന്നതിലൂടെ ബോധത്തിന്റെ അനന്തമായ ചാട്ടത്തെ നമ്മൾ അവസാനിപ്പിക്കുന്നു. വളരെ ആഴമേറിയൊരു ആശയമാണിത്. ഒരു മരം മുറിക്കുന്ന ലളിതമായ ഉപമയിൽ നിന്ന് തുടങ്ങി അതെങ്ങനെയാണ് ഒരു ധ്യാനരീതിയെ വിശദീകരിക്കുന്നതെന്നും പിന്നീടത് നമ്മുടെ ഉള്ളിലെ ആഴത്തിലുള്ള പ്രവണതകളെ എങ്ങനെ ഇല്ലാതാക്കുന്നുവെന്നും ഒടുവിൽ നമ്മുടെ ബോധം തന്നെ ലോകത്തെ നിർമ്മിക്കുന്ന പ്രക്രിയയെ എങ്ങനെ നിർത്തുന്നുവെന്നും നമ്മൾ ഇന്ന് മനസ്സിലാക്കി. വളരെ ചെറിയൊരു നിർദ്ദേശത്തിൽ നിന്ന് എത്ര വലിയൊരു തത്വത്തിലേക്കാണ് നമ്മൾ എത്തിയത്. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആലോചിക്കാനായി ഒരു ചിന്ത തരാം. ഓക്കെ. ഈ രീതി അനുസരിച്ച് ഞാൻ എന്ന നമ്മുടെ വ്യക്തിപരമായ ബോധം നിലനിൽക്കുന്നത് തുടർച്ചയായ ഓർമ്മകളുടെയും പ്രതീക്ഷകളുടെയും ഒരു ശൃംഖല കൊണ്ടാണെങ്കിൽ, ആ ശൃംഖല ഒരു നിമിഷത്തേക്ക് പൂർണ്ണമായി മുറിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ എന്ന് നാം വിളിക്കുന്ന ആ അസ്തിത്വത്തിന്, ആ കഥയ്ക്ക് ആ നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നു?